ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമം വളരെ ആശങ്കയോടുകൂടിയാണ് നാം കാണുന്നത്. നമുക്കറിയാം, ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാൻ ആകുന്നു എന്നൊരു സംശയമാണ് പൊതുസമൂഹത്തിന് മുന്നിലുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് 2024 ഓഗസ്റ്റ് മാസം 5-ാം തീയതി കഴിഞ്ഞ 20 വർഷമായി ഭരണത്തിലുണ്ടായിരുന്ന അവാമി ലീഗ് പാർട്ടിയുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് BNP എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം നൽകുന്ന BNP എന്ന് പറയുന്ന പ്രതിപക്ഷ നേതൃത്വം വഹിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ 20 വർഷമായി ഭരിച്ചിരുന്ന ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അവാമി ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം നൽകുന്ന BNP എന്ന് പറയുന്ന ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് 1971 നടന്ന വിമോചന യുദ്ധത്തില് ആ ബംഗ്ലാദേശിൽ നടന്ന വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ അവകാശികൾ, തലമുറയ്ക്ക് അടുത്തൊരു അവകാശികൾക്ക് സർക്കാരിൽ ജോലി നൽകുക എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടെ അതിനെതിരെയായിരുന്നു ഒരു കലാപം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. പിന്നീട് ഈ പ്രതിപക്ഷ സംഘടന എന്ന് പറയുന്ന BNP ആ ഒരു പിക്ചറിലെ ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അവരുടെ നേതൃത്വത്തിൽ അത് ഏറ്റെടുക്കുകയും അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് വലിയൊരു കലാപമായിരുന്നു അവിടെ നേതൃത്വം നൽകിയത്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഒരു ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ ഈ ഒരു സംവരണം കൊണ്ടുവന്നത് അവിടുത്തെ ഭരണം നടത്തുന്ന ഹിന്ദു സംഘടനകളോ അല്ലെങ്കിൽ മറ്റു ഇസ്കോൺ പോലുള്ള സംഘടനകളൊന്നും അല്ല. അവിടെ 20 വർഷമായി അവിടെ പ്രവർത്തിക്കുന്ന അവാമി ലീഗ് എന്ന് പറയുന്ന ഒരു സർക്കാരാണ്. പക്ഷെ ആ സർക്കാരിനെതിരെയുള്ള ഒരു ആക്രമണം പിന്നീട് അത് നേരിടുന്നത് അവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹിന്ദുക്കൾക്ക് നേരെയും ബൗദ്ധന്മാർക്ക് നേരെയും ജൈനന്മാർക്ക് നേരെയും ക്രൈസ്തവ മതവിഭാഗത്തിന് നേരെയായിരുന്നു ആ ആക്രമണം ഉണ്ടാവുന്നത്. ഒരു തെറ്റ് പോലും ചെയ്യാത്ത ഒരു വിഭാഗത്തിന് നേരെ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന മത തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിൽ ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വലിയ വ്യാപകമായി ആക്രമണം നടത്തുകയായിരുന്നു. 1942ഓളം അവിടെ നിർമ്മിച്ചിരുന്ന മഹത് വ്യക്തികളെ, രവീന്ദ്രനാഥ ടാഗോർ ഉൾപ്പെടെയുള്ള മഹത് വ്യക്തികളുടെ പ്രതിമകൾ തകർക്കപ്പെട്ടു. ക്ഷേത്രങ്ങൾ തകർത്തു. ആരാധനാലയങ്ങൾ നിലയിൽ ക്രൈസ്തവ മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ട് വലിയ കൊള്ള നടത്തിക്കൊണ്ട് മതവെറിയന്മാരുടെ നേതൃത്വത്തിൽ ഈ ഒരു വലിയൊരു കലാപമാണ് അവിടെ ഉണ്ടാവുന്നത്. ആ ബംഗ്ലാദേശിൽ നടന്നൊരു കലാപത്തിന്റെ ഒരു വിഷയത്തിലേക്ക് നാം വരുമ്പോൾ ഈ കലാപത്തിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം വിഭജിച്ച് 47 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തുണ്ടായിരുന്ന ഹൈന്ദവ സമൂഹം എന്ന് പറയുന്ന ഏകദേശം 20% ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇന്ന് 2024 എത്തുന്ന സമയത്ത് അത് കേവലം 1% എത്തി നിൽക്കുന്ന സമയത്ത് അവരെയെല്ലാം മതപരിവർത്തനം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അവരെയെല്ലാം കൊന്നു ഈ ഒരു രാജ്യത്ത് നിന്നും ആ രാജ്യത്ത് നിന്ന് ഹിന്ദു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു വലിയൊരു പരിശ്രമം നടന്നുവെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനമാണ്, അടുത്തൊരു പരീക്ഷണമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലത്ത്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുന്ന സമയത്ത് ആ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് 14%. ആ 14% ഉണ്ടായിരുന്ന ഹിന്ദു സമൂഹം 2022 സെൻസസ് പുറത്തു വരുമ്പോൾ 8% മാറുകയാണ്. ഇത് 2024 നാം നിൽക്കുന്നത്. ആ 8% നിന്ന് എത്ര ശതമാനമാണ് വീണ്ടും കുറഞ്ഞിരിക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇവിടെ നടക്കുന്നത് 1990 മുതൽ ഈ തരത്തിലേക്കുള്ള ഒരു വലിയൊരു കലാപം അവിടെ നടക്കുകയാണ്. മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്നത്. അത് ഹിന്ദു സമൂഹത്തിന് നേരെയായിരുന്നാലും ക്രൈസ്തവ മതവിഭാഗത്തിന് നേരെയായിരുന്നാലും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ വ്യാപകമായ അക്രമം നടക്കുകയാണ്. പക്ഷെ അതിന്റെ ഏറ്റവും അവസാനം ആഫ്റ്റർ എഫക്ട് എന്ന നിലയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് 2024 ഓഗസ്റ്റ് മാസം 5-ാം തീയതി മുതൽ തുടങ്ങി ഈ കലാപമാണ്. ആ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം അവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹിന്ദു സമൂഹത്തെയാണ് ആക്രമിക്കപ്പെടുന്നത്. ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹം അതോടൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന ഈ ഭീകരവാദ അക്രമത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു താങ്ങായി തണലായി മാറുവാൻ ഭാരതം തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നത്.